യമനെ പോലൊരു രാജ്യം ഒരു പെൺകുട്ടിക്ക് വധശിക്ഷ വിധിക്കണമെങ്കിൽ എന്തായിരിക്കും അവൾ ചെയ്ത തെറ്റ്? ആരായിരിക്കാം ആ പെൺകുട്ടി? ഇന്ത്യയെ പോലൊരു മഹാരാജ്യം ആ പെൺകുട്ടിയുടെ മോചനം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു തുല്യമായ മാനുഷിക പരിഗണന മാത്രമാണെന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലേ? നമുക്ക് നോക്കാം എന്താണ്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ 2008 യമനിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ നഴ്സായി ജോലിക്ക് പോകുന്നത്. 2011 ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി ടോണി തോമസ് എന്ന യുവാവിനെ വിവാഹം ചെയ്യുന്നു. ശേഷം ഇരുവരും ഒന്നിച്ച് യമനിലേക്ക് മടങ്ങിപ്പോകുന്നു. 2014 യമനിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര യുദ്ധം മൂലം നിമിഷപ്രിയയുടെ ഭർത്താവ് ടോണി തോമസും മകളും നാട്ടിലേക്ക് മടങ്ങിപ്പോരുന്നു. നിമിഷപ്രിയ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു. 2015 തന്റെ കയ്യിലുണ്ടായിരുന്ന സർക്കാർ ജോലി ഉപേക്ഷിച്ച് അവിടുത്തെ പ്രാദേശിക വ്യാപാരിയായിരുന്ന തലാൽ അബ്ദുൽ മെഹദിയെ വിവാഹം ചെയ്യുന്നു. അതിനുശേഷം